ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും. മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ സാധിക്കും. അധികാരപ്രാപ്തി ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കുടുംബജീവിതം ശുഭകരമായിരിക്കും. പൊതുപ്രവർത്തനം കാരണം സ്ഥാനമാനങ്ങൾ ലഭിക്കും. ബന്ധുഗുണം കിട്ടുകയും ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കും. ഉന്നത വ്യക്തികളുമായി അടുത്ത് പരിചയപ്പെടുവാൻ അവസരം ലഭിക്കും. അത് ഭാവിയിൽ ഗുണം ചെയ്യും. കുടിൽ വ്യവസായം, കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ, യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഹോട്ടൽ വ്യവസായം, ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കർമ്മരംഗത്ത് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ധനപരമായി ഉന്നതിയിലെത്തുവാൻ സാധിക്കും. ധാരാളം നേട്ടമുണ്ടാക്കുവാൻ പറ്റുന്ന സമയമാണ്. പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം ലഭിക്കും. സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാവും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും. തൊഴിലിൽ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കും. നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തുവാനും യോഗം കാണുന്നു. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. പോലീസ്, പട്ടാളം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിലിൽ പൂർണ്ണ ഉത്തരവാദിത്വവും നേതൃസ്ഥാനവും വന്നു ചേരും. ഭൂമി സംബന്ധിച്ചുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാവും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകയിര, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ രാശിക്കാർക്ക് വരവിൽ കൂടുതൽ ചിലവുണ്ടാവും. കാര്യതടസ്സവും ധനപരമായി നഷ്ടങ്ങളുമുണ്ടാവും. കർമ്മരംഗത്ത് പലവിധത്തിലും തടസ്സങ്ങൾ നേരിടും. കീഴ് ജീവനക്കാർ ചതിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. അഗ്നി, വൈദ്യുതി, വാതകം, രാസവസ്തുക്കൾ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അപകട സാധ്യത കാണുന്നു. ഇണയുമായി നിസാര കാര്യങ്ങൾക്ക് കലഹിക്കേണ്ട അവസ്ഥ വന്നു ചേരും. ഉദരസംബന്ധമായി അസുഖം അലട്ടിക്കൊണ്ടിരിക്കും. യന്ത്രങ്ങളിൽ നിന്നും കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് വിദേശത്ത് പഠനത്തിനും തൊഴിൽ ലഭിക്കുന്നതിനും യോഗം കാണുന്നു. വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദാവസാന പാദം, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാനും സാധിക്കും. സൽകീർത്തി ഉണ്ടാവും. ബിസിനസ് രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യം നിറവേറ്റുവാൻ സാധിക്കും. സൽപ്രവൃത്തികൾക്കായി നല്ല തുക സംഭാവന നൽകും. വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവും. വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. മിലിറ്ററി സർവീസ്, പോലീസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു. കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ നേട്ടങ്ങളുണ്ടാവും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിനെ നീരാഞ്ജനവും എള്ളുപായസവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ചെലവ് വർദ്ധിക്കും. വരുമാനത്തിൽ കുറവുണ്ടാവും. രോഗക്ലേശങ്ങൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും.
ധനനാശമുണ്ടാകും. ബിസിനസ്സുകാർക്ക് വ്യാപാര നഷ്ടവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. കർമ്മതടസ്സങ്ങൾ നേരിടേണ്ടി വരും. അയൽക്കാരുമായി വഴിപ്രശ്നങ്ങളോ അതിർത്തി തർക്കങ്ങളോ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ചെറുയാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. താൽക്കാലികമായി ധനപരമായ ഏത് കാര്യങ്ങളിലും ഏർപ്പെടുന്നത് ശ്രദ്ധിച്ചു വേണം. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവും. ദാമ്പത്യ കലഹം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. നവസംരംഭങ്ങൾക്ക് ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കും. ഊഹക്കച്ചവടത്തിൽ നേരിയ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ബിസിനസ് വിപുലീകരണം കുറച്ചൊക്കെ വിജയത്തിലെത്തുവാൻ സാധിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാവും. ദുർചിന്തകൾ മാറിക്കിട്ടും. അഭീഷ്ടകാര്യങ്ങൾ നടക്കും. ബിസിനസ്സിൽ പുരോഗതിയുണ്ടാവും. പൊതുപ്രവർത്തകർക്ക് അഭീഷ്ടസിദ്ധിയും സ്ഥാനമാന ലാഭവും ഉണ്ടാവും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ധാർമ്മിക പ്രവൃത്തികളിലും പുണ്യപ്രവർത്തനങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. വ്യാപാര രംഗത്ത് സ്വീകരിച്ച പുതിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്താൻ കാലതാമസം നേരിടും. കരാർ പണികൾ പുതുക്കിക്കിട്ടുന്നതാണ്. സർക്കാർ നടപടികൾ അനുകൂലമായി തീരും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് രേഖാപരമായ തടസ്സങ്ങൾ നേരിടും. ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. കൃഷിയിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും. ഉദ്ദിഷ്ടകാര്യലബ്ധി ഉണ്ടാവും. ബന്ധുമിത്രാദികൾ മൂലം നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ധനപരമായി ഈ ആഴ്ച നേട്ടമുണ്ടാവും. വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ സാധിക്കും. വളരെ കാലമായി നടത്തി വന്നിരുന്ന വ്യവഹാരത്തിൽ അനുകൂലമായ വിധിയുണ്ടാവും. അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുക. തൊഴിൽ രംഗത്ത് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ബിസിനസ്സുകാർ വലിയ മുതൽ മുടക്കുകൾ നടത്തി ബിസിനസ് വിപുലീകരണം നടത്തരുത്. ദോഷപരിഹാരമായി ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. ഈ രാശിക്കാർക്ക് ധനപരമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കുടുംബസ്വത്ത് ലഭിക്കുവാനും സാധ്യത കാണുന്നു. അഭീഷ്ടകാര്യലബ്ധി ഉണ്ടാവും. പ്രവൃത്തി ഗുണം ലഭിക്കും. സൽപ്രവൃത്തികൾ പലതും ചെയ്യും. സ്ഥാനമാന ലാഭമുണ്ടാവും. സന്തതികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റമുണ്ടാവും. വാർത്താമാധ്യമ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തി ലഭിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ഉദ്യോഗ സംബന്ധമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാവും. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ വരും. ഉദ്യോഗ കയറ്റമുണ്ടാവും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർന്നു കിട്ടും. മത്സര പരിപാടികളിലും മത്സര പരീക്ഷകളിലും സമുന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുവാൻ പറ്റും. ദൂരദേശയാത്രകൾ ആവശ്യമായി വരും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം.
അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് കാര്യവിജയമുണ്ടാവും. ധനപരമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. സ്ഥാനമാന ലാഭം ഉണ്ടാവും. ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കുക വഴി കടബാധ്യതയാകലും. നവീന ഗൃഹനിർമ്മാണ പ്രവർത്തനം നടത്തും. ജോലിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് മനസ്സ് ആകുലപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. ഇടപെട്ട് ശാരീരിക മാനസിക പീഡകൾ അനുഭവിക്കേണ്ടി വരും. പരോപകാരങ്ങൾ ചെയ്യും. സന്താനങ്ങളുടെ പഠനത്തിനു വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും. വാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുരുട്ടാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് മനക്ലേശം, അപമാനം എന്നിവ നേരിടേണ്ടി വരും. കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ടാവും. ബന്ധുജന വിരോധമുണ്ടാവും. യാത്രാവേളയിൽ വിലപ്പെട്ട സാമഗ്രികൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. അസൂയക്കാരിൽ നിന്നും പൂർവിക ശത്രുക്കളിൽ നിന്നും ഉപദ്രവമുണ്ടാവും. ഹോട്ടൽ വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ധനം കൈകാര്യം ചെയ്യുന്നവർ കരുതലോടെ കാര്യങ്ങൾ ചെയ്യുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മോശം ഫലം അനുഭവിക്കേണ്ടി വരും. കുടുംബ സ്വസ്ഥത കുറയും. ശത്രുദോഷം നേരിടേണ്ടി വരും. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങളും കുറയും. മനക്ലേശത്തിനും സാധ്യത കാണുന്നു. ജാമ്യം നിൽക്കുക മൂലവും സാക്ഷി പറയുക മൂലവും കുഴപ്പങ്ങൾ സംഭവിക്കാം. അന്യദേശ സഞ്ചാരം നടത്തുവാനും യോഗം കാണുന്നു. തൊഴിൽ മേഖലയിൽ മനക്ലേശം അനുഭവിക്കേണ്ടി വരും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ഊഹക്കച്ചവടത്തിലും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല. കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ നഷ്ടമാകും. ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.